ഹലോ, ഞാൻ അഡ്വക്കേറ്റ് അനില. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം, അതായത് മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജഡ്ജ്മെൻറ്റ് വന്നതോടുകൂടി സമൂഹത്തിൽ രണ്ട് ശക്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്നുകിൽ കോർട്ടിന് ശക്തമായ തെളിവുകൾ ലഭിച്ചില്ലെന്നും അതിനാൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടെന്നും, അല്ലെങ്കിൽ സർവൈവറിന് ജസ്റ്റിസ് പൂർണ്ണമായി കിട്ടിയില്ല എന്നുമാണ് രണ്ട് ശക്തമായ അഭിപ്രായങ്ങൾ. ഇന്ന് നമ്മളിവിടെ പ്രോസിക്യൂഷൻ എന്ത് പറഞ്ഞു, കോർട്ട് എന്ത് കണ്ടു, എങ്ങനെ അക്യൂട്ടൽ വന്നു, എന്തൊക്കെ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തു, സർവൈവേഴ്സ് ആംഗിൾ, ലീഗൽ ആംഗിൾ, സോഷ്യൽ ഡിബേറ്റ്, ഇവയെല്ലാം നമുക്ക് ഒന്നൊന്നായി വിശദീകരിക്കാം. കേസ് ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ പറയാം. ഇന്ന് നമുക്ക് ഈ രണ്ട് ആംഗിളും ഒന്ന് വിശകലനം ചെയ്യാം. പാർട്ട് 1, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. 2017 ഫെബ്രുവരി ഒരു മലയാളം ലീഡിംഗ് ആക്ട്രസ് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ കാറിൽ ഫോഴ്സ് ചെയ്തു കയറ്റി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു. അത് റെക്കോർഡ് ചെയ്ത് വിഷ്വൽ സ്റ്റോർ ചെയ്തതും വളരെ പ്ലാൻഡായ അറ്റാക്കാണെന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു. ഈ സംഭവം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ പവർ സ്ട്രക്ചേഴ്സ് എക്സ്പോസ് ചെയ്ത സംഭവമായിരുന്നു. ഇനി നമുക്ക് പ്രോസിക്യൂഷൻ സ്റ്റോറി എന്താണെന്ന് വിശകലനം ചെയ്യാം. പ്രോസിക്യൂഷൻ പറഞ്ഞു, പൾസർ സുനിയാണ് ഫിസിക്കലി അറ്റാക്ക് ചെയ്തതെന്ന്. പക്ഷേ ഈ അറ്റാക്ക് സ്പോണ്ടാനിയസ് അല്ല, പ്ലാൻഡ് ആണ്. ഇതിന് പിന്നിൽ പവർഫുൾ പേഴ്സണൽ കോൺസ്പിറസി ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ കോർട്ടിനോട് പറഞ്ഞു. അതിന് പിന്നിൽ ദിലീപ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നാകെ ആർഗ്യുമെൻ്റ് ചെയ്യും. അതൊരു പ്രോസിക്യൂഷൻ തിയറിയാണ്. നെക്സ്റ്റ്, പ്രോസിക്യൂഷൻ എങ്ങനെ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്. ഞാൻ ഒന്നൊന്നായി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് 1, ജയിൽ ലെറ്റർ. പൾസർ സുനി ജയിൽ കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഒരു ലെറ്റർ എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഒരു ഏട്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പേര് പറഞ്ഞിട്ടില്ല. പണം കൊടുക്കണം, ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ലെറ്റർ. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ആ ഏട്ടൻ ദിലീപാണെന്ന്. പക്ഷേ കോടതി പറഞ്ഞു ഓതൻറ്റിസിറ്റി പ്രൂവ് കുറവ്, കൊറാബറേഷൻ ഇല്ല. അടുത്തതായി ജയിൽ വിറ്റ്നസിൻ്റെ മൊഴി. ജയിൽ വിറ്റ്നസ് ഡയറക്റ്റായി ദിലീപ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ റിപ്പീറ്റ് ചെയ്തത് സുനിൽ പറഞ്ഞ കാര്യങ്ങൾ. പറഞ്ഞത് ഏട്ടൻ, വലിയ മനുഷ്യൻ, പേയ്മെൻറ്റ്, ആ പേഴ്സണെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ദിലീപ് എന്ന് പറഞ്ഞ് വാദിച്ചു. ജയിൽ വിറ്റ്നസ് ഡയറക്റ്റ് കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അവർ ഹിയർസേ എവിഡൻസ് ആണ്. പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് കോടതി മുന്നിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കോർട്ടിൻ്റെ മുന്നിൽ അവർ ആ വിറ്റ്നസ് പറഞ്ഞ കാര്യങ്ങൾ കോൺട്രാഡിക്ഷൻസ് ആണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് ഇല്ല. അതുകൊണ്ട് ജയിൽ വിറ്റ്നസിൻ്റെ മൊഴി കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഒരിക്കലും കോടതിക്ക് യൂസ് ആവുകയില്ല. കൊച്ചി ഹോട്ടലിൽ മീറ്റിംഗ് നടത്തി പ്ലാനിങ് ചെയ്തു എന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ടൈമിങ്സ് മാച്ച് ആകുന്നില്ലായിരുന്നു, ആംബിഗിറ്റി ഉണ്ടായിരുന്നു. CCTV ക്ലാരിറ്റി കുറവായിരുന്നു, കൊറാബറേഷൻ വീക്കായിരുന്നു. പ്രോസിക്യൂഷൻ അവരുടെ കേസ് സ്ഥാപിക്കാൻ വേണ്ടി CDR പ്രൊഡ്യൂസ് ചെയ്തു കോർട്ടിൽ. പക്ഷേ കോർട്ട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ പീപ്പിൾ ക്യാൻ ബി ഇൻ സെയിം സിറ്റീസ് സെയിം ടൈം. പിന്നെ പ്രോസിക്യൂഷൻ്റെ വാദം മോട്ടീവ് ഉണ്ടെന്ന് സ്ഥാപിക്കാനായിരുന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ റിവൽറി, പ്രീവിയസ് ഇഷ്യൂസ്, പ്രൊഫഷണൽ ജെൽസി, ഇതിനെപ്പറ്റി കോർട്ടിൽ വാദിച്ചു പ്രോസിക്യൂഷൻ. പക്ഷേ കോർട്ടിൻ്റെ വ്യൂ എന്തെന്ന് വെച്ചാൽ മോട്ടീവ് ഉണ്ടായാലും കോൺസ്പിറസി പ്രൂവ് ചെയ്യും. പിന്നീട് ഫിലിം മേക്കർ ബാലചന്ദ്രകുമാറിൻ്റെ അലിഗേഷനാണ് വന്നത് ദിലീപിനെതിരെ. ദിലീപ് മീറ്റിംഗ് നടത്തി, ഡിസ്കഷൻ ചെയ്തു, റെക്കോർഡിങ്സ് തെളിവായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടെ കോർട്ട് ചൂണ്ടിക്കാണിച്ചത് എന്തെന്ന് വെച്ചാൽ ഓതൻറ്റിസിറ്റി ഇഷ്യൂസ് ആണ്.
എഡിറ്റിങ്ങിൽ ഡൗട്ട്, ഇൻഡിപെൻഡൻറ്റ് പ്രൂഫ് ഇല്ല എന്നാണ് കോർട്ടിൻ്റെ വാദം. സർവൈവർ ലേറ്റർ എലിജിഡ് ഇല്ലീഗൽ ആക്സസ്, അതിനെപ്പറ്റി എൻക്വയറി ഉണ്ടായി. ബട്ട് കോൺസ്പിറസി പ്രൂഫ് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ മെറ്റീരിയൽ കുറവായതായി കോർട്ട് പറഞ്ഞു. ലേറ്റർ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ഫോൾസ് അലിബി, കോർട്ട് സേസ് link not proved properly. So what did the court finally say? Court evidence individually and together analyze ചെയ്തു. ഫൈനൽ ഫൈൻഡിങ് എന്താണെന്ന്, all this material together do not prove conspiracy beyond reasonable doubt. So court acquitted actor ദിലീപ്. ക്രിമിനൽ ലോയിൽ ഹയർ പ്രൂഫാണ് വേണ്ടത്. കൺവിക്ഷൻ കൊടുക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ടാണ് വേണ്ടത്. അതില്ലാത്ത പക്ഷം അക്യൂസ്ഡ് അക്യൂട്ട് ചെയ്യും. കുറച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വിൽ ഗോസ് ടു അക്യൂസ്. ക്രൈം പ്രൂവ് ആയാലും കോൺസ്പിറസി സെപ്പറേറ്റ്ലി പ്രൂവ് ആയാൽ മാത്രമേ ദിലീപിന് കൺവിക്ഷൻ കൊടുക്കാൻ കോർട്ടിന്. സർവൈവർ വിക്ടിമാണ്, അതുകൊണ്ടാണ് കോർട്ട് 6 പേരെ ശിക്ഷിച്ചത് ഈ കേസ്. മാസ്റ്റർ മൈൻഡ് അക്കൗണ്ടബിലിറ്റി സൊസൈറ്റി എക്സ്പെക്ട്സ്. അതുകൊണ്ട് സർവൈവർ സപ്പോർട്ടേഴ്സ് ഫീൽ ജസ്റ്റിസ് ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് മോറൽ ഡിബേറ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കോർട്ട് ഈസ് നോട്ട് സേയിങ് ക്രൈം ഡിഡ് നോട്ട് ഹാപ്പൻ. വെരി ഇമ്പോർട്ടൻ്റ് ഈസ് കോർട്ട് ക്രൈം പ്രൂവ് ചെയ്തു. Attack is also punished. Court only said ദിലീപ് ഇൻവോൾവ്മെൻറ്റ് ലീഗലി പ്രൂവ് ആയിട്ടില്ല എന്നാണ്. ഈ കേസ് ഇവിടെ തീരുന്നില്ല. വിക്ടിമിന് അപ്പീൽ പോകേണ്ട എല്ലാ റൈറ്റ്സും ഇവിടെയുണ്ട്. ഫർദർ വിക്ടിമിന് അപ്പീൽ പോകാം. സോ കേസ് ഇനിയും ക്ലോസ് ആയിട്ടില്ല. ആസ് ആൻ അഡ്വക്കേറ്റ് വ്യൂ കോർട്ട് ലോ ഫോളോ ചെയ്തു. എവിഡൻസ് റിക്വയർഡ് high standard, but survivor side also has emotional plus moral importance. രണ്ടും ജെന്യുവിൻ ആംഗിൾസ് ആണ്. ഈ ജഡ്ജ്മെൻറ്റ് ലീഗലി കറക്റ്റ് ആകാം, പക്ഷേ മോറലി കംപ്ലീറ്റ് ആണോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇവിടെ നിർണായകമായത് ജഡ്ജ്മെൻറ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, കോൺവെർസേഷനാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, ഒരു ക്രിമിനൽ ജഡ്ജ്മെൻറ്റ് എന്നത് കോർട്ടിൻ്റെ നിയമപുസ്തകത്തിലെ പേജുകൾ മാത്രം അല്ല. അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ വേദനയും ഒരു സർവൈവറിൻ്റെ ദുരനുഭവവും ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷകളും ഒരു സ്ത്രീയുടെ സ്വാഭിമാനവും ഇവയൊക്കെ അടങ്ങിയിരിക്കുന്നു. കോർട്ട് തൻ്റെ നിയമകടമകൾ അനുസരിച്ച് തെളിവുകൾ പരിശോധിച്ചു. അത് കോർട്ടിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ സർവൈവറിൻ്റെ ആത്മാഭിമാനത്തെ മനസ്സിലാക്കുക, സമൂഹം ചോദിക്കുന്ന മോറൽ ക്വസ്റ്റ്യൻ കേൾക്കുക, ഇവയും നമ്മുടെ കലക്റ്റീവ് ഉത്തരവാദിത്വം തന്നെയാണ്. വേർഡിക്റ്റ് എന്ന വാക്കിൽ ഈ കഥ അവസാനിക്കുന്നില്ല. ഇത് ഒരു കോൺവെർസേഷൻ മാത്രമാണ്. നമ്മളെല്ലാവരും ഭാവിയിൽ വിക്ടിംസിനെ കൂടുതൽ സുരക്ഷിതരാക്കാൻ എന്ത് ചെയ്യണം, വുമൺ സേഫ്റ്റി എങ്ങനെ ശക്തമാക്കണം, സിസ്റ്റമിൽ ലൂപ്പ് ഹോൾസ് എങ്ങനെ അവോയ്ഡ് ചെയ്യണം, അവയെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയാണ് ഈ കേസ് നമ്മെ പഠിപ്പിക്കുന്നത്. സമൂഹം ചോദിക്കുന്നത് സിമ്പിളാണ്. നിയമം പറയുന്നതൊക്കെ ശരിയാകും, പക്ഷേ സർവൈവറിൻ്റെ നീതി പൂർണ്ണമായോ? ആ ചോദ്യം നമ്മെ അൺകംഫോർട്ടബിൾ ആക്കാം. പക്ഷേ അതാണ് വളർച്ചയ്ക്ക് വഴി തെളിയിക്കുന്നത്. അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഈ കേസിൻ്റെ സോഷ്യൽ ലെസണാണ് ഫ്യൂച്ചർ ജസ്റ്റിസിൻ്റെ കോമ. അവസാനമായി ഞാൻ പറയുന്നത് ഇത്രമാത്രം: നിയമത്തെയും സർവൈവറിനെയും ഒരുപോലെ മാനിച്ച് ചിന്തിക്കാൻ നമ്മുടെ സമൂഹം പഠിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.